സ്തോത്രം പറയുന്നു. അന്ന് രാത്രിയിൽ ഈ പാട്ടിന്റെ വരികൾ എന്റെ മാതാവിന്റെ കാതിനകത്തേക്ക് വന്ന് പതിച്ചു. ആദ്യമായി എന്റെ അമ്മ ജീവനുള്ള യേശുവിനോട് ചോദിക്കാൻ തുടങ്ങി, കരുതുന്നവൻ നീയാണോ? കലങ്ങുന്നത് എന്തിനാന്ന് ചോദിക്കുന്നവൻ നീയാണോ? പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹൈന്ദവ വിശ്വാസപ്രകാരം നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൾ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ പോയിരിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ച് എന്റെ മാതാവ് അതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോ പാട്ടിന്റെ രണ്ടാം സ്റ്റാൻസ് എത്തി. അച്ഛാ, അബ്രഹാമിന്റെ ദൈവമല്ലയോ ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ഈ വരി കൂടെ കേട്ടപ്പോ പിന്നമ്മയ്ക്ക് പറ്റുള്ള കസേര വിട്ട് ചാടി എഴുന്നിട്ട് എന്റെ മാതാവ് വീട്ടിലെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നിങ്ങളുടെ ഇതിനകത്ത് സഹോദരിമാരെ കണ്ടോ, സഹോദരന്മാരെ കണ്ടോ? നിങ്ങൾ ഈ പന്തലിന്റെ നടുവിൽ സന്തോഷത്തോടെ വന്നിരിക്കുന്നത് പോലെ എന്റെ മാതാവിന് വന്നിരിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനെ യോഗത്തിൽ പോയിരുന്ന പ്രശ്നമാ, ക്രിസ്ത്യാനികളുടെ യോഗത്തിൽ ഹിന്ദുക്കൾ പോയിരുന്ന പ്രശ്നമായെന്ന് ചിന്തിച്ച് എന്റെ മാതാവ് ആരും കാണാതെ ഈ മിറ്റത്തിന്റെ ഓരം ഇങ്ങനെ തെന്നിമാറി ആരെ ശ്രദ്ധപ്പെടാതെ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് ആ വീട്ടുകാർ നട്ടൊരു വാഴയുണ്ട്. ആ വാഴയുടെ ചെളിക്കൂട്ടത്തിനകത്ത് എന്റെ മാതാവ് ഇങ്ങനെ പോയിരുന്നു. ആരെയും കണ്ണിപ്പെട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആദ്യത്തെ പെന്തക്കോസിന്റെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിച്ചു. എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ ഇറങ്ങി പറയൂ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് പമ്പലിന്റെ കീഴിലല്ല, ഒരു AC റൂമിനകത്ത് ശീതീകരിച്ച അന്തരീക്ഷത്തിലല്ല, ഒരു ഫാനിന്റെ തണലിലല്ല. ആമേൻ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് ഒരു വാഴയുടെ ചെളിക്കൂട്ടത്തിലിരുന്ന ദൂത് ഞാൻ പറയാ, നീ എവിടെ ഇരുന്നാലും നിന്നെ കാണാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നീ പന്തലി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല സഹോദര. നീ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും, നീ വീടിന്റെ റൂമിനകത്തിരുന്ന ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും, ഇതെനിക്ക് കേൾക്കണ്ട എന്ന് വെച്ച് നീ കഥകടച്ചിരിക്കുന്നവനാണെങ്കിലും, ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് നിന്നെ അന്വേഷിക്കുന്ന ഒരു ജീവനുള്ളവനുണ്ട്.